ഹായ് ഓൾ. ഇന്ന് നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത് IS കോഡ് റെക്കമെൻഡേഷനാണ് കറസ്പോണ്ടിങ് ടു സ്ലാബ് ഡിസൈൻ. സ്ലാബ് ഡിസൈനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് IS 456-2000 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സ്ലാബിലും ബീമിലും ഏകദേശം എല്ലാ കാര്യങ്ങളും സിമിലറായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, എഫക്റ്റീവ് സ്പാൻ given in clause 22.2 of IS 456-2000 പേജ് നമ്പർ 34-35. അപ്പോൾ എഫക്റ്റീവ് സ്പാൻ ഓഫ് സ്ലാബ് എന്ന് പറയുന്നത് ക്ലോസ് 22.2 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് തന്നെയാണ് ബീമിൻ്റെ കേസിലും വരുന്നത്. ബീമിൻ്റെ കേസിലും സ്ലാബിൻ്റെ കേസിലും ഒരുപോലെയാണ്. നമ്മൾ ബീമിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് ഇത് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് മൊഡ്യൂൾ 3. ഓക്കെ, എന്നാലും നമുക്ക് ആവശ്യമായിട്ടുള്ളതൊന്നും കൂടിയും പറയാം. ഇപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ് ആണെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് സപ്പോർട്ടിൻ്റെ സെൻറ്റർ മുതൽ സപ്പോർട്ടിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് 1. രണ്ടാമത്തത് ക്ലിയർ സ്പാൻ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത്. ഓക്കെ, ഈ രണ്ട് വാല്യൂ ഏതാണോ ചെറുത് അതാണ് നമ്മൾ എഫക്റ്റീവ് സ്പാനായിട്ട് എടുക്കുന്നത്. ഓക്കെ, അതേപോലെ ഇപ്പം കാൻഡിലിവറിൻ്റെ കേസാണെങ്കിൽ ഫേസ് ഓഫ് ദ സപ്പോർട്ട് വരെയുള്ള ഡിസ്റ്റൻസ് പ്ലസ് എഫക്റ്റീവ് ഡെപ്തിൻ്റെ ഹാഫ്. ഇതാണ് നമ്മൾ നോർമലി ഉള്ള ഒരു കാൻഡിലിവർ സ്ലാബിൽ എഫക്റ്റീവ് ലെങ്ത് അല്ലെങ്കിൽ എഫക്റ്റീവ് സ്പാനായിട്ട് എടുക്കുന്നത്. ഓക്കെ, രണ്ടാമത്തത് ഡിഫ്ലക്ഷൻ കൺട്രോൾ ഗിവൺ ഇൻ ക്ലോസ് 24 ആൻഡ് ക്ലോസ് 23.2 ഓഫ് IS 456-2000. അപ്പോൾ ക്ലോസ് 23.2 നമ്മൾ ബീമിൻ്റെ കേസിൽ ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് 24 എന്താ പറയുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, 24 സോളിഡ് സ്ലാബ്സ്. 24.1 general. The provisions of 23.2 for beams apply to slabs also. അപ്പം 23.2 പറയുന്ന ബീംസിൻ്റെ കേസ് തന്നെ സ്ലാബിലും അപ്ലൈ ആവുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളത് വായിച്ചു നോക്കണം. ഓൾറെഡി ഞാനത് 3rd മൊഡ്യൂളിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബീമിനെ കുറിച്ച് പറയുന്ന സമയത്ത് അത് തന്നെ സ്ലാബിലും അപ്ലൈ ആവുന്നുണ്ട്. ഇപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബിൻ്റെ കേസാണെങ്കിൽ L/D ബേസിക് വാല്യൂ എന്ന് പറയുന്ന 20 ആണ്. കാൻഡിലിവർ സ്ലാബിൻ്റെ കേസാണെങ്കിൽ L/D ബേസിക് വാല്യൂ 7 ആണ്. കണ്ടിന്യൂസ് സ്ലാബിൻ്റെ കേസാണെങ്കിൽ L/D ബേസിക് വാല്യൂ 26 ആണ്. ഓക്കെ, നമ്മൾ ബീമിൽ ചെയ്തതുപോലെ തന്നെ അതേ ബേസിക് വാല്യൂസ് തന്നെയാണ് സ്ലാബിലും വരുന്നത്. അത് നമ്മൾ മോഡിഫിക്കേഷൻ ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പം 23.2 പറയുന്ന എല്ലാ കാര്യങ്ങളും ബീംസിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും സ്ലാബ്സിലും അപ്ലൈ ആവുന്നുണ്ട്. ഇനി ക്ലോസ് 24 ഒരു നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഫോർ സ്ലാബ് സ്പാനിങ് ഇൻ 2 ഡയറക്ഷൻ. അപ്പോൾ സ്ലാബ് സ്പാനിങ് ഇൻ 2 ഡയറക്ഷൻസ് എന്ന് പറയുമ്പോൾ 2-way സ്ലാബിൽ ദ ഷോർട്ടർ ഓഫ് ദ 2 സ്പാൻ ഷുഡ് ബി യൂസ്ഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ദ സ്പാൻ ടു എഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ. അപ്പോൾ 2-way സ്ലാബിൽ 2 ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടും ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നുണ്ട്. ബെൻഡിങ്ങും 2 ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ എഫക്റ്റീവ് സ്പാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോർട്ടർ സ്പാൻ ആണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫോർ സ്ലാബ് സ്പാനിങ് ഇൻ 2 ഡയറക്ഷൻ ദ ഷോർട്ടർ ഓഫ് ദ 2 സ്പാൻ ഷുഡ് ബി യൂസ്ഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ദ സ്പാൻ ടു എഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ. L/D റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഷോർട്ടർ സ്പാൻ ആണ് നമ്മൾ എടുക്കേണ്ടത്. 2 സ്പാൻ ഉണ്ടാവും. LY LX ഉണ്ടെങ്കിൽ അതിൽ LX ആണ് നമ്മൾ എടുക്കേണ്ടത് കാൽക്കുലേറ്റ് L/D റേഷ്യോ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സെക്കൻഡ് വൺ, ഫോർ 2-way സ്ലാബ്സ് ഓഫ് ഷോർട്ടർ സ്പാൻ അപ് ടു 3.5 മീറ്റർ. അപ്പം 2-way സ്ലാബിൽ ഷോർട്ടർ സ്പാൻ വരുന്ന കേസാണെങ്കിൽ 3.5 മീറ്ററൊക്കെ അതിൻ്റെ അകത്ത് വരുന്ന കേസാണെങ്കിൽ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് മൈൽഡ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻ്റ് ആണെങ്കിൽ FE 250 എന്ന് പറയുന്ന സ്റ്റീലാണെങ്കിൽ. ഓക്കെ, ഫോർ 2-way സ്ലാബ്സ് ഓഫ് ഷോർട്ടർ സ്പാൻ അപ് ടു 3.5 മീറ്റർ വിത്ത് മൈൽഡ് steel reinforcement, the span to overall depth ratio given below may be generally be assumed to satisfy vertical deflection limit for loading class up to 3 kN per meter. അതേപോലെ തന്നെ മീറ്റർ സ്ക്വയർ. അതേപോലെ തന്നെ ഇതിൽ വരുന്നത് 3 kN per meter സ്ക്വയറിനേക്കാളും കുറഞ്ഞ ലോഡും ആണെങ്കിൽ. ഓക്കെ, അതായത് ഇപ്പോൾ 2-way സ്ലാബിൽ അതായത് അതിൻ്റെ ഷോർട്ടർ സ്പാൻ എന്ന് പറയുന്നത് അപ് ടു 3.5 മീറ്റർ വരുന്ന കേസ്, അതായത് 3.5 മീറ്ററിനേക്കാളും കുറവ് വരുന്ന കേസ്, അതുപോലെ തന്നെ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് മൈൽഡ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻ്റ് ആണെങ്കിൽ, അതേപോലെ തന്നെ അതിൽ ലോഡ് വരുന്നത് 3 kN per meter സ്ക്വയറിനേക്കാളും കൂടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, അതിനേക്കാളും കുറവോ അല്ലെങ്കിൽ 3 kN per meter സ്ക്വയർ ആണോ വന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് L/D റേഷ്യോ എന്നുള്ളത്, ഓക്കെ, അതായത് സ്പാൻ ടു ഓവറോൾ ഡെപ്ത് റേഷ്യോ നമുക്ക് ഈ താഴെ പറഞ്ഞിരിക്കുന്ന പോലെ എടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ്സിലാണെങ്കിൽ L/D റേഷ്യോ 35 എന്നുള്ള രീതിയിൽ എടുക്കാം. കണ്ടിന്യൂസ് സ്ലാബിലാണെങ്കിൽ L/D റേഷ്യോ 40 എന്നുള്ള രീതിയിൽ എടുക്കാം. ഓക്കെ, അപ്പം 3.5 മീറ്ററിനേക്കാളും
കുറവ് സ്പാൻ അല്ലെങ്കിൽ 3.5 മീറ്റർ വരെ സ്പാൻ വരുന്നതും, അതുപോലെ തന്നെ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് മൈൽഡ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റും, അതുപോലെ തന്നെ അതിൽ വരുന്ന ലോഡ് 3 kN/m² കുറവോ അല്ലെങ്കിൽ 3 kN/m² ആണെങ്കിൽ L/D റേഷ്യോ എന്നുള്ളത് നമുക്ക് സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ്സിൽ 35ഉം കണ്ടിന്യൂസ് സ്ലാബ്സിൽ 40ഉം അസ്യൂം ചെയ്യാന്നുള്ളതാണ്. Okay, for high strength deformed bars of grade Fe 415, the values given above should be multiplied by 0.8. ഇപ്പം മൈൽഡ് സ്റ്റീലിന് പകരം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് Fe 415 ഗ്രേഡ് സ്റ്റീലാണെങ്കിൽ, ഓക്കെ, അതായത് ഡീഫോംഡ് ബാസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഈ തന്നിരിക്കുന്ന L/D റേഷ്യോൻ്റെ വാല്യൂ സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബിന് 35ഉം കണ്ടിന്യൂസ് സ്ലാബിന് 48 ആണ് കൊടുത്തിരിക്കുന്നത്. ആ വാല്യൂവിൻ്റെ കൂടെ 0.8 കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് സിംപ്ലി സപ്പോർട്ട് സ്ലാബിൻ്റെ L/D റേഷ്യോ എന്ന് പറയുന്നത് 35 × 0.8 വരും. കണ്ടിന്യൂസ് സ്ലാബിൻ്റെ L/D റേഷ്യോ എന്ന് പറയുന്നത് 40 × 0.8 വരും. ഇപ്പം Fe 415 ഗ്രേഡ് സ്റ്റീലാണ് യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്താലും ആ ഡിഫ്ലക്ഷൻ്റെ ലിമിറ്റ് ക്രോസ് ചെയ്യില്ല എന്നുള്ളതാണ്. ഓക്കെ, ഡിഫ്ലക്ഷൻ്റെ കേസിൽ സ്ട്രക്ചർ ഈ രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും സേഫ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ സ്ലാബ്സിൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിനെക്കുറിച്ച്. ഓക്കെ, 26.5.2 പറഞ്ഞിരിക്കുന്നത്. 26.5.2 slabs. The rules given in 26.5.2.1 and 26.5.2.2 shall apply to slabs in addition to those given in appropriate clauses. ഓക്കെ, അപ്പം ഈ റൂൾസ് 26.5.2.1 26.5.2.2 പറയുന്ന കാര്യങ്ങളും നമുക്ക് സ്ലാബ്സിൻ്റെ കേസിൽ, അതായത് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്ലാബ്സിൻ്റെ കേസിൽ നമുക്ക് എടുക്കാം. അപ്പോൾ 26.5.2.1 എന്താ പറയുന്നത് നോക്കാം. അവിടെ മിനിമം റീഇൻഫോഴ്സ്മെൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദ മൈൽഡ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ ഐദർ ഡയറക്ഷൻ. ഓക്കെ, ദ മൈൽഡ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ ഐദർ ഡയറക്ഷൻ ഇൻ സ്ലാബ്സ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 0.15% ഓഫ് ടോട്ടൽ ക്രോസ് സെക്ഷൻ ഏരിയ. അപ്പോൾ മൈൽഡ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്ലാബിൽ പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെൻറ്റ്, ഓക്കെ, അതായത് 2 ഡയറക്ഷനിലും പ്രൊവൈഡ് ചെയ്യും. എക്സ് ആക്സിന് കറസ്പോണ്ടിങ് ആയിട്ടും വൈ ആക്സിന് കറസ്പോണ്ടിങ് ആയിട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അല്ലെങ്കിൽ ലോങ്ങർ സ്പാനിന് കറസ്പോണ്ടിങ് ആയിട്ടും ഷോർട്ടർ സ്പാനിന് കറസ്പോണ്ടിങ് ആയിട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് ഒരു കാരണവശാലും 0.15% ഓഫ് ടോട്ടൽ ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദ സ്ലാബിനേക്കാളും കുറയാൻ പാടില്ല എന്നുള്ളതാണ്. മിനിമം 0.15% ക്രോസ് സെക്ഷൻ ഏരിയ, ആ സ്ലാബിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയൻ്റെ 0.15% അവിടെ മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടായിരിക്കണം മൈൽഡ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻ്റ് ആണെങ്കിൽ. ഓക്കെ, however this value can be reduced to 0.12% when high strength deformed bars or വെൽഡഡ് വയർ ഫാബ്രിക് ആർ യൂസ്ഡ്. ഇപ്പം HYSD ബാസ് ആണെങ്കിൽ നമ്മൾ നോർമലി സ്ലാബിൽ HYSD ബാസ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ HYSD ബാസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ട മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്, ഓക്കെ, ഏത് ഡയറക്ഷനിലായാലും അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ട മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് 0.12% ആണ്. 0.12% ഓഫ് ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് സ്ലാബ്. ഓക്കെ, അതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പം ബീമിൻ്റെ കേസിൽ പെർസെൻറ്റേജ് നമ്മൾ പറയുമ്പോൾ എന്താ ചെയ്യുക? പെർസെൻറ്റേജ് ഇൻറ്റു BD അല്ലേ, അതായത് ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുമ്പോൾ BD എന്നാണ് വരിക. അപ്പോൾ സ്ലാബിൻ്റെ കേസിൽ 0.12% എന്ന് പറയുമ്പോൾ 0.12/100 ഇൻറ്റു BD തന്നെയാണ് വരിക. ഇവിടെ B എന്ന് പറയുന്നത് നമ്മൾ 1 മീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് എടുക്കുക. അപ്പം B എന്ന് പറയുന്നത് സ്ലാബിൻ്റെ കേസിൽ നമ്മൾ 1000 mm എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പം 0.12/100 ഇൻറ്റു 1000 ഇൻറ്റു D. ഓക്കെ, അതായത് ഓവറോൾ ഡെപ്ത് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുമ്പോൾ ഓവറോൾ ക്രോസ് സെക്ഷൻ ഏരിയ ആണ്. അപ്പോൾ ഓവറോൾ ഡെപ്താണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ക്ലോസ് 26.5.2.2 മാക്സിമം ഡയമീറ്റർ, അതായത് സ്ലാബിൽ യൂസ് ചെയ്യേണ്ട മാക്സിമം ഡയമീറ്റർ ഓഫ് ദ ബാർസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഡയമീറ്റർ ഓഫ് റീഇൻഫോഴ്സിംഗ് ബാർസ് ഷാൽ നോട്ട് എക്സീഡ് 1/8 ഓഫ് ദ ടോട്ടൽ തിക്നെസ് ഓഫ് ദ സ്ലാബ്. ഷാൽ നോട്ട് എക്സീഡ് 1/8 ഓഫ് ദ ടോട്ടൽ തിക്നെസ് ഓഫ് ദ സ്ലാബ്. അതായത് സ്ലാബിൻ്റെ ടോട്ടൽ തിക്നെസ്സിൻ്റെ 1/8, അതായത് ഇപ്പം തിക്നെസ് ഇപ്പം 100 ആണെങ്കിൽ, ഓക്കെ, 100ൻ്റെ 1/8 എന്ന് പറയുമ്പോൾ 12.5 mm ആണ് അല്ലേ, 100 mmൻ്റെ 1/8 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെൻറ്റ്, സ്ലാബിൽ പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് ഒരു കാരണവശാലും 12.5 mmനേക്കാളും കൂടാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയുള്ളത് എത്രയാണ്? 12 mm ഡയമീറ്റർ വരെയേ അവിടെ യൂസ് ചെയ്യാൻ പാടുള്ളൂ.
ഓക്കെ, അതിൽ കൂടിയ ഡൈ അതായത് 16 mm ഡൈ ഒന്നും അവിടെ സ്ലാബിൽ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് 100 mm തിക്നെസ് വരുന്ന കേസ്. അതായത് എത്രയാണോ ആ സ്ലാബിൻ്റെ തിക്നെസ് വരുന്നത് ആ തിക്നെസ്സിൻ്റെ 1/8 നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സിങ് ബാറിൻ്റെ ഡയ കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, ദ ഡയമീറ്റർ ഓഫ് ദ റീഇൻഫോഴ്സിങ് ബാർ ഷാൽ നോട്ട് എക്സീഡ് 1/8 ഓഫ് ദ ടോട്ടൽ തിക്നെസ് ഓഫ് ദ സ്ലാബ്. അപ്പം ഇവിടെ നമ്മൾ പഠിച്ചത് മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ്. മൈൽഡ് സ്റ്റീൽ ആണെങ്കിൽ ഒരു സ്ലാബിൽ ഓരോ ഡയറക്ഷനിലും ഉണ്ടായിരിക്കേണ്ട മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് 0.15% ഓഫ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ സ്ലാബാണ്. അവിടെ HYSD ബാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ 0.12% ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് സ്ലാബാണ് അവിടെ വരേണ്ട മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് 2 ഡയറക്ഷനിലും. ഓക്കെ, ദാറ്റ് ഈസ് അലോങ് ലോങ്ങർ സ്പാൻ ആൻഡ് ഷോർട്ടർ സ്പാൻ. അതേപോലെ മാക്സിമം ഡയമീറ്റർ, നമ്മൾ സ്ലാബിൽ പ്രൊവൈഡ് ചെയ്യേണ്ട മാക്സിമം ഡയമീറ്റർ ഒരു കാരണവശാലും ആ സ്ലാബിൻ്റെ ടോട്ടൽ തിക്നെസ്സിൻ്റെ 1/8 കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, ബീമിൽ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത് ഇത്ര നമ്പർ ഓഫ് ബാർസ് എന്ന് പറഞ്ഞിട്ട്, അല്ല ഇത്ര mm ഡയാൻ്റെ ഇത്ര നമ്പർ ഓഫ് ബാർസ് എന്ന് പറഞ്ഞിട്ടാണ്. എന്നാൽ സ്ലാബിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇത്ര സ്പേസിങ്ങിൽ പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇപ്പം 2 ഡയറക്ഷൻ ഉണ്ട്, അതായത് എക്സ് ആക്സിസിനും വൈ ആക്സിസിനും അല്ലെങ്കിൽ ഷോർട്ടർ സ്പാനിനും ലോങ്ങർ സ്പാനിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയറക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഡയറക്ഷൻ അലോങ് ആയിട്ട് അല്ലെങ്കിൽ ആ ഡയറക്ഷൻ ഓരോ ഡയറക്ഷനും പാരലായിട്ട് നമ്മൾ ഒരു പർട്ടിക്കുലർ സ്പേസിങ്ങിൽ കണ്ടിന്യൂസ് ആയിട്ട് ബാസ് പ്രൊവൈഡ് ചെയ്യും ഒരു പർട്ടിക്കുലർ സ്പേസിങ്ങിൽ. ഓക്കെ, സ്ലാബിൽ അങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുക. സ്പേസിംഗ് ആണ് നമ്മൾ സ്ലാബിൻ്റെ കേസിൽ ഈ നമ്പർ ഓഫ് ബാസിന് പകരം സ്പേസിംഗ് എന്നുള്ളതാണ് നമ്മൾ സ്ലാബ്സിൻ്റെ കേസിൽ പറയാം. ഇത്ര സ്പേസിങ്ങിലാണ് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, മെയിൻ ബാസ് ആണെങ്കിൽ ഇപ്പോൾ 1 വേ സ്ലാബ് ആണെങ്കിൽ അതിൽ മെയിൻ ബാസും ഡിസ്ട്രിബ്യൂഷൻ ബാസും ഉണ്ടാവുക അല്ലേ. ഇപ്പോൾ 2 വേ സ്ലാബിലാണെങ്കിൽ 2 ഡയറക്ഷനിലും മെയിൻ ബാസ് തന്നെ ഉണ്ടാവുക. അപ്പോൾ 2 ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് സ്പേസിങ് നമ്മൾ മെൻഷൻ ചെയ്യണം. ഇപ്പോൾ 1 വേ സ്ലാബിലാണെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷൻ ബാസിൻ്റെ സ്പേസിങ്ങും അതുപോലെ തന്നെ മെയിൻ ബാസിൻ്റെ സ്പേസിങ്ങും നമ്മൾ മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പം ഇത്ര ഡയമീറ്റർ ഇത്ര സ്പേസിംഗ് എന്നാണ് നമ്മൾ സ്ലാബിൻ്റെ കേസിൽ റീഇൻഫോഴ്സ്മെൻറ്റ് പറയുക. അപ്പോൾ അത് ഓർത്ത് വെച്ചോളണം, അതൊരു ഡിഫറൻസ് ആണ്. ഓക്കെ, ബീമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബീമിൽ നമ്മൾ ഇത്ര നമ്പർ ഓഫ് ബാസ് എന്ന് പറയുമ്പോൾ ഇവിടെ സ്ലാബിൻ്റെ കേസിൽ നമ്മൾ ഇത്ര സ്പേസിംഗ് എന്നാണ് പറയുക. ഓക്കെ, 4th one, ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ഇൻ ദ ലോങ്ങർ സ്പാൻ ഓഫ് 1 വേ സ്ലാബ്. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് എവിടെയേ വരുന്നുള്ളൂ? 1 വേ സ്ലാബിലേ വരുന്നുള്ളൂ അല്ലേ. 2 വേ സ്ലാബിൽ 2 ഡയറക്ഷനിലും മെയിൻ ബാസ് തന്നെയാണ്. ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് വരുന്നത് 1 വേ സ്ലാബിൻ്റെ കേസിലാണ്. 1 വേ സ്ലാബിൽ ലോങ്ങർ സ്പാനിന് അലോങ് ആയിട്ടാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് അളവ് എന്ന് പറയുന്നത് മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് ക്രൈറ്റീരിയ പ്രകാരമാണ്. അതായത് മൈൽഡ് സ്റ്റീലാണ് യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ 0.15% ഓഫ് ടോട്ടൽ ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് സ്ലാബ് എന്ന് പറയുന്ന വാല്യൂവിനേക്കാളും കുറയാത്ത രീതിയിൽ അല്ലെങ്കിൽ ആ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ HYSD ബാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളെങ്കിൽ അവിടെ മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മിനിമം ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.12% ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് സ്ലാബാണ്. ഓക്കെ, അപ്പോൾ ആ വാല്യൂവിനേക്കാളും കുറയാത്ത രീതിയിൽ, അതായത് മിനിമം ആ വാല്യൂ വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് അവിടെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. വേറെ ഡിസൈനൊന്നുമില്ല. മിനിമം റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ അളവിനനുസരിച്ച് എത്ര ഏരിയ ആണോ വരുന്നത് ആ ഏരിയയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് ഡയാൻ്റെ ബാസ് പ്രൊവൈഡ് ചെയ്യണം, എത്ര സ്പേസിങ്ങിൽ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമ്മളത് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ദ ഫംഗ്ഷൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽ ആർ ഫസ്റ്റ് വൺ ടു ഡിസ്ട്രിബ്യൂട്ട് ദ കോൺസെൻട്രേറ്റഡ് ലോഡ്സ് കമ്മിങ് ഓൺ ദ സ്ലാബ്. ഇപ്പോൾ സ്ലാബിൽ ഏതെങ്കിലും കോൺസെൻട്രേറ്റഡ് ലോഡ് അതായത് പോയിൻറ്റ് ലോഡ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇപ്പം ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ. അതേപോലെ രണ്ടാമത് ടു പ്രൊട്ടക്റ്റ് എഗെയിൻസ്റ്റ് ശ്രിങ്കേജ് ആൻഡ് ടെമ്പറേച്ചർ സ്ട്രെസ്സസ്. ശ്രിങ്കേജ് സ്ട്രെസ്സ് വരാൻ ചാൻസ് ഉണ്ട് സ്ലാബിൻ്റെ കേസിൽ അല്ലേ. ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിലാണെങ്കിൽ ശ്രിങ്കേജ് സ്ട്രെസ്സസ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ സ്ട്രെസ്സസും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വേറൊരു എഫക്റ്റ്. അതായത് ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ശ്രിങ്കേജ് സ്ട്രെസ്സസിൽ നിന്നും അല്ലെങ്കിൽ ടെമ്പറേച്ചർ സ്ട്രെസ്സസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യും. മൂന്നാമത്തെ ടു കീപ് ദ മെയിൻ സ്റ്റീൽ ബാർ ഇൻ പൊസിഷൻ. അപ്പോൾ മെയിൻ സ്റ്റീൽ ബാസ് ആ ഒരു പൊസിഷനിൽ നിൽക്കാൻ വേണ്ടിയിട്ട്, ആ കറസ്പോണ്ടിങ് സ്പേസിങ്ങിൽ കൃത്യമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് സഹായിക്കും. ഇനി ഈ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മെയിൻ ബാസിൻ്റെ മേലെയായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുക. അപ്പം സ്ലാബിൽ നമ്മൾ മെയിൻ ബാസ് ആണ് താഴെ കൊടുക്കുക.
അതായത് ഇപ്പം മെയിൻ ബാസ് എന്ന് പറയുന്ന ഷോർട്ടർ സ്പാൻ അലോങ് ആയിട്ട് ഷോർട്ടർ സ്പാനും പാരലായിട്ട് മെയിൻ ബാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇത്ര ഡയമീറ്റർ ഇത്ര സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ആ ഹോൾ ത്രൂ ആ സ്പാൻ ഉണ്ടാവും. ഇനി അതിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക, അതായത് ലോങ്ങർ സ്പാനിന് കറസ്പോണ്ടിങ് ആയിട്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ മെയിൻ സ്റ്റീലിൻ്റെ മേലെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, നോട്ടായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ദ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽ ഈസ് കെപ്റ്റ് എബവ് ദ മെയിൻ സ്റ്റീൽ ആൻഡ് ഈസ് നോട്ട് പ്രൊവൈഡഡ് വിത്ത് ഹുക്ക് അറ്റ് ദ എൻഡ്സ്. അപ്പം ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റിൽ നമ്മൾ ഹുക്ക് ബെൻഡൊന്നും പ്രൊവൈഡ് ചെയ്യില്ല, ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് തന്നെ ഇടുകയുള്ളൂ. അപ്പം അത് മെയിൻ സ്റ്റീലിൻ്റെ മേലെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, സ്പേസിംഗ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്. ആദ്യത്തത് മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബാസ്. അപ്പോൾ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബാസ് നമ്മൾ ബീമിൻ്റെ കേസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ വായിച്ച് നോക്കണം. ക്ലോസ് 26.3.2. ഓക്കെ, മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ബാസ് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി അത് മൊഡ്യൂൾ 3 എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അത് വായിച്ച് നോക്കണം. ബീമിൽ വരുന്നത് പോലെ തന്നെയാണ് മിനിമം സ്പേസിങ്ങിൻ്റെ കേസ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ മാക്സിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബാസ് ക്ലോസ് 26.3.3 ബി പ്രകാരമാണ് വരുന്നത്. ഓക്കെ, നമ്മൾ ബീമിൻ്റെ കേസ് നോക്കിയായിരുന്നു. അതിൽ 26.3.3 ബി എന്ന് പറയുന്നത് സ്ലാബിൻ്റെ കേസാണ്. ഓക്കെ, അപ്പോൾ സ്ലാബിൻ്റെ കേസ് നമുക്ക് നോക്കാം എന്താ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. അപ്പം അതാണ് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ, സ്ലാബിൻ്റെ കേസ്. ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് ബാസ് ഷാൽ നോട്ട് ബി മോർ ദാൻ 3 times the effective depth of solid slab or 300 mm whichever is smaller. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മെയിൻ ബാസ് തമ്മിലുള്ള സ്പേസിങ്. ഓക്കെ, അതായത് പാരലായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മെയിൻ ബാസ് തമ്മിലുള്ള സ്പേസിങ് ഒരു കാരണവശാലും 3 times the effective depth of the സ്ലാബിനേക്കാളും കൂടാൻ പാടില്ല, ഓർ 300 mm, അതായത് നമ്മൾ 3 into D ചെയ്ത് നോക്കണം. ഓക്കെ, 3 into effective depth സ്മോൾ ലെറ്റർ D ചെയ്ത് നോക്കണം. അതേപോലെ 300 mm, ഇതിൽ ഏതാണോ ചെറുത് അതിനേക്കാളും ഒരു കാരണവശാലും മാക്സിമം സ്പേസിങ്, അതായത് മെയിൻ ബാസിൻ്റെ മാക്സിമം സ്പേസിങ് കൂടാൻ പാടില്ല എന്നുള്ളതാണ്. 3 into സ്മോൾ ലെറ്റർ D, രണ്ടാമത്തെ 300 mm, ഇതിൽ ഏതാണോ ചെറുത് അതിനേക്കാളും മെയിൻ ബാസിൻ്റെ സ്പേസിങ് കൂടാൻ പാടില്ല. അപ്പോൾ സ്പേസിങ്ങിൻ്റെ ചെക്കിൽ നമ്മളിത് ചെയ്ത് നോക്കണം. രണ്ടാമത്തെ കേസ്, ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ റീഇൻഫോഴ്സ്മെൻറ്റ് ബാസ് പ്രൊവൈഡഡ് അഗെയിൻസ്റ്റ് ശ്രിങ്കേജ് ആൻഡ് ടെമ്പറേച്ചർ. അതായത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ റീഇൻഫോഴ്സ്മെൻറ്റ് ബാസ് പ്രൊവൈഡഡ് അഗെയിൻസ്റ്റ് ശ്രിങ്കേജ് ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻ്റ് ആണെങ്കിൽ അത് 1 way സ്ലാബിൻ്റെ കേസിലാണ് വരുന്നത്. അതായത് ശ്രിങ്കേജിനെയും അതുപോലെ തന്നെ ടെമ്പറേച്ചറിനെയും റെസിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, അതാണ് ഡിസ്ട്രിബ്യൂഷൻ ബാസ്. അത് ഷാൽ നോട്ട് ബി മോർ ദാൻ 5 times the effective depth of a solid slab or 450 mm whichever is smaller. അപ്പം ഈ ഡിസ്ട്രിബ്യൂഷൻ ബാസ് തമ്മിലുള്ള ഓക്കെ പാരലായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ബാസ് തമ്മിലുള്ള മാക്സിമം സ്പേസിങ് ഒരു കാരണവശാലും ഒന്ന് 5 times എഫക്റ്റീവ് ഡെപ്ത്, ആ സോളിഡ് സ്ലാബിൻ്റെ എഫക്റ്റീവ് ഡെപ്തിൻ്റെ 5 times, അതായത് 5 into സ്മോൾ ലെറ്റർ ഡിനേക്കാൾ കൂടാൻ പാടില്ല. രണ്ടാമത് 450 mm. അപ്പോൾ നമ്മൾ 5 into D എത്രയാണെന്നുള്ളത് ചെക്ക് ചെയ്യണം. 450 mm കമ്പയർ ചെയ്യണം. ഇതിലേതാണോ ചെറുത്, ഇപ്പം 450 ആണ് ചെറുതെങ്കിൽ ഒരു കാരണവശാലും സ്പേസിങ് 450നേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പം 5 into D ആണ് ചെറുതെങ്കിൽ ഒരു കാരണവശാലും ഈ ഡിസ്ട്രിബ്യൂഷൻ ബാസ് തമ്മിലുള്ള സ്പേസിങ് 5 into Dനേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റിൽ 450 mm അല്ലെങ്കിൽ 5D. ഓക്കെ, ഇതിലേതാണോ ചെറുത് അതിനേക്കാളും സ്പേസിങ് കൂടാൻ പാടില്ല. മെയിൻ ബാസിൻ്റെ കേസാണെങ്കിൽ 3 into D അല്ലെങ്കിൽ 300, ഇതിലേതാണോ ചെറുത് അതിനേക്കാളും സ്പേസിങ് കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, കവർ. നോമിനൽ കവർ ടു ബി പ്രൊവൈഡഡ് ഇൻ എ സ്ലാബ് ഈസ് അക്കോർഡിംഗ് ടു ടേബിൾ 16 ഓഫ് IS 456/2000. അപ്പോൾ ഓരോ എക്സ്പോഷർ കണ്ടീഷൻ അനുസരിച്ചിട്ട് നമ്മൾ ബീമിൻ്റെ കേസിൽ പഠിച്ചിരുന്നു. ടേബിൾ 16 നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ എക്സ്പോഷർ കണ്ടീഷൻ അനുസരിച്ചിട്ട് അവിടെ കവർ കൊടുത്തിട്ടുണ്ട്, നോമിനൽ കവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് വേണം സ്ലാബിലും നമ്മൾ നോമിനൽ കവർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോമിനൽ കവർ എന്ന് പറയുമ്പം ഈ സ്ലാബിൽ നമുക്ക് സിറപ്സ് ഇല്ല അല്ലേ, സിറപ്സ് നമുക്കില്ല. സ്ലാബ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. സ്ലാബിൽ നമ്മൾ സിറപ്സ് പ്രൊവൈഡ് ചെയ്യുന്നില്ല, ബീംസിലാണ് സിറപ്പ് ഉള്ളത്. അപ്പോൾ ഏറ്റവും അറ്റത്തുള്ള റീഇൻഫോഴ്സ്മെൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നോമിനൽ കവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ സ്ലാബിൻ്റെ കേസിൽ നോമിനൽ കവർ എന്ന് പറയുന്നതും ക്ലിയർ കവർ എന്ന് പറയുന്നതും ഒന്നാണ്. അപ്പോൾ സ്ലാബിൻ്റെ കേസിൽ നോമിനൽ കവർ എന്ന് പറയുന്നതും ക്ലിയർ കവർ എന്ന് പറയുന്നതും സെയിം ആണ്. എഫക്റ്റീവ് കവർ എന്ന് പറയുന്നത് ബോട്ടത്തുനിന്ന്, ഇപ്പോൾ സിംപ്ലി സപ്പോർട്ടാണെങ്കിൽ ബോട്ടത്തുനിന്ന് മെയിൻ ബാസിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്
എഫക്റ്റീവ് കവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ സ്റ്റിറപ്സ് ഇല്ലാത്തതുകൊണ്ട് നോമിനൽ കവർ ഈസ് ഈക്വൽ ടു ക്ലിയർ കവർ. ഓക്കെ, നെക്സ്റ്റ് 7th വൺ, കട്ടൈൽമെൻറ്റ് ഓഫ് ബാസ്. കട്ടൈൽ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. ദ ബാസ് ഇൻ എ സ്ലാബ് മേ ബി കട്ടൈൽഡ് ആസ് പെർ ദ റെക്കമെൻഡേഷൻസ് given in the IS 456/2000 ക്ലോസ് 26.2.3. ഓക്കെ, അതായത് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ച ക്ലോസ് പ്രകാരം 26.2.3 പറയുന്ന പ്രകാരം ബാസ് കട്ടൈൽ ചെയ്യാന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്ന സ്ലാബിലും. എന്നാൽ നമ്മൾ പ്രാക്ടിക്കലി ബാസ് കട്ടൈൽ ചെയ്യാറില്ല. സ്ലാബിൻ്റെ കേസിൽ നമ്മൾ ബെൻഡപ്പ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, ബാസ് ബെൻഡ് ചെയ്തിട്ട് ടോപ്പിലേക്ക്, അതായത് ടെൻഷൻ സോൺ കംപ്രഷൻ സോണിലേക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ടെൻഷൻ സോണിൽ നിന്ന് കംപ്രഷൻ സോണിലേക്ക് ബെൻഡ് ചെയ്തിട്ട് സപ്പോർട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക ചെയ്യുന്നത്. നമ്മൾ അവിടെ ബാർ കട്ടൈൽ ചെയ്യുന്നില്ല, കട്ട് ചെയ്ത് കളയുന്നില്ല. നമ്മൾ സ്ലാബിൽ പ്രാക്ടിക്കലി എന്ത് ചെയ്യുക ചെയ്യുന്നത്, ബെൻഡ് ചെയ്ത് ടോപ്പിലേക്ക് പ്രൊവൈഡ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, 8th വൺ, ബെൻഡ് ബാസ്. Some of the main reinforcement in slabs are generally bent up near the supports to take up negative moment which may develop due to partial fixity. അപ്പോൾ നമ്മൾ നോർമലി ബീമിൻ്റെ കേസിൽ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് ബീമിൻ്റെ കേസിൽ അതിൻ്റെ മിഡ് സ്പാനിൽ ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം വരും. ഓക്കെ, എന്നാൽ സപ്പോർട്ടിലേക്ക് വരുമ്പോൾ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ ഓൾമോസ്റ്റ് ഈക്വൽ ടു 0 എന്നുള്ള രീതിയിലേക്ക് വരും. അപ്പോൾ നമുക്കവിടെ നമ്മൾ ബോട്ടത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന അത്രയും റീഇൻഫോഴ്സ്മെൻറ്റ് സപ്പോർട്ടിലേക്ക് വരുമ്പോൾ, അതായത് സെൻറ്റർ ഓഫ് ദ സ്പാനിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന അത്രയും റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ സപ്പോർട്ടിലേക്ക് വരുമ്പോൾ പ്രൊവൈഡ് ചെയ്യണമെന്നില്ല. അപ്പോൾ നമുക്ക് കർട്ടൈൽ ചെയ്യാന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ബീമിൻ്റെ കേസിൽ. എന്നാൽ സ്ലാബിൽ നമുക്ക് കർട്ടൈൽ ചെയ്യാം, എന്നാൽ പ്രാക്ടിക്കലി നമ്മളത് ബെൻഡപ്പ് ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, അതായത് സപ്പോർട്ടിലേക്ക് വരുമ്പം അതിൽ നമ്മൾ നോർമലി ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ബാസ് ബെൻഡ് ചെയ്തിട്ട് ടോപ്പിലേക്ക് പ്രൊവൈഡ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, അവിടെ സപ്പോർട്ടിൽ വരാവുന്ന നെഗറ്റീവ് മൊമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ബെൻഡപ്പ് ബാസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതായത് ആൾട്ടർനേറ്റീവായിട്ട് വരുന്ന ബാസിനെ ബെൻഡ് ചെയ്തിട്ട് നമ്മൾ ടോപ്പിലേക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതായത് ഇപ്പം പാരലായിട്ടായിരിക്കും. ഇപ്പോൾ ഒരു ഡയറക്ഷനിൽ റീഇൻഫോഴ്സ്മെൻറ്റ് എടുത്താൽ പാരലായിട്ട് ഒരു പർട്ടിക്കുലർ സ്പേസിങ്ങിലായിരിക്കും റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ആൾട്ടർനേറ്റീവായിട്ട് ബെൻഡ് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു ബാർ ഉണ്ടെങ്കിൽ, ഓക്കെ, അതിൻ്റെ രണ്ട് സൈഡും ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ നെക്സ്റ്റ് വരുന്ന ഒരു പർട്ടിക്കുലർ സ്പേസിങ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അതിൻ്റെ ബാർ എത്ര സ്പേസിങ്ങിലാണോ വരുന്നത് ആ സ്പേസിങ്ങിൽ വരുന്ന ബാറിനെ നമ്മൾ രണ്ട് സൈഡിലും ബെൻഡ് ചെയ്യും. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ബെൻഡ് ചെയ്തിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അതേപോലെ വേറെ രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം ഫസ്റ്റ് ബാറ് ഒരു സൈഡാണ് ബെൻഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ, ഓക്കെ, അതായത് ലെഫ്റ്റ് സൈഡാണ് ഇപ്പം ആദ്യത്തെ ബാറിൻ്റെ ബെൻഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ നെക്സ്റ്റ് ബാറിൻ്റെ അതിൻ്റെ ഒരു പർട്ടിക്കുലർ സ്പേസിങ്ങിൽ വരുന്ന, അതായത് നെക്സ്റ്റ് സ്പേസിങ്ങിൽ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ബാറിൻ്റെ റൈറ്റ് സൈഡായിരിക്കും ബെൻഡപ്പ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ആൾട്ടർനേറ്റീവായിട്ടും പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പം രണ്ട് രീതിയിൽ നമുക്ക് ഈ ബെൻഡപ്പ് ബാസ് പ്രൊവൈഡ് ചെയ്യാം. ഒന്ന്, ഒരു ബാറ് പ്ലെയിൻ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ, ബെൻഡ് ചെയ്യാതെ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ബാർ രണ്ട് സൈഡിലും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ബെൻഡപ്പ് ചെയ്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. സപ്പോർട്ടിലേക്ക് വരുന്ന സമയത്ത് നെക്സ്റ്റ് ബാർ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും, അടുത്ത ബാർ ബെൻഡപ്പ് ചെയ്തിട്ടുണ്ടാവും രണ്ട് സൈഡിലും. അങ്ങനെ പ്രൊവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ വേറെ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ആദ്യത്തെ ആ റീഇൻഫോഴ്സ്മെൻറ്റ് ഒരു സൈഡ് ബെൻഡപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ലെഫ്റ്റ് സൈഡാണ് ബെൻഡപ്പ് ചെയ്തിട്ടുള്ളതെങ്കിൽ നെക്സ്റ്റ് ബാറിൻ്റെ റൈറ്റ് സൈഡായിരിക്കും ബെൻഡപ്പ് ചെയ്തിട്ടുണ്ടാവുക, ലെഫ്റ്റ് സൈഡ് പ്ലെയിൻ ആയിരിക്കും. നെക്സ്റ്റ് ബാറിൻ്റെ ലെഫ്റ്റ് സൈഡായിരിക്കും ബെൻഡപ്പ് ചെയ്തിട്ടുണ്ടാവുക, റൈറ്റ് സൈഡ് പ്ലെയിൻ ആയിരിക്കും. അങ്ങനെ ആ രീതിയിൽ ആൾട്ടർനേറ്റീവായിട്ട് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ ഈ രണ്ട് രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്ലാബിൽ ബെൻഡപ്പ് ബാസ് പ്രൊവൈഡ് ചെയ്യാം. ജനറലി ആൾട്ടർനേറ്റ് ബാസ് ആർ ബെൻഡ് അപ്പ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 0.15 L or L/7 ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സപ്പോർട്ട്. അപ്പോൾ നോർമലി ഈ ബെൻഡപ്പ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സപ്പോർട്ടിൻ്റെ സെൻറ്ററിൽ നിന്ന്, സ്ലാബിൻ്റെ സപ്പോർട്ടിൻ്റെ സെൻറ്ററിൽ നിന്ന് 0.15 L എന്ന് പറയുന്ന ഡിസ്റ്റൻസ് മാറിയിട്ടാണ് നമ്മൾ ബാർ ബെൻഡ് ചെയ്ത് തുടങ്ങുന്നത്. ഓക്കെ, അല്ലെങ്കിൽ സ്പാനിൻ്റെ L എന്ന് പറയുന്ന വാല്യൂവിൻ്റെ by7 ചെയ്തിട്ട് എത്രയാണോ വാല്യൂ വരുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ബാർ എന്ത് ചെയ്യുന്നത്, ബെൻഡപ്പ് ചെയ്യുന്നത്. സപ്പോർട്ടിൻ്റെ സെൻറ്ററിൽ നിന്ന് 0.15 L അല്ലെങ്കിൽ L/7 എന്ന് പറയുന്ന ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ബാസ് ബെൻഡപ്പ് ചെയ്യാം. ഓക്കെ, the bar available at the upper face should be more than 1/10 or 0.1 L from the center of support. ഓക്കെ, അപ്പം മേലെ വരുന്ന ബാർ, അതായത് ഇപ്പോൾ നമ്മൾ ബെൻഡപ്പ് ചെയ്തിട്ട് ടോപ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ബാർ, ആ ടോപ്പ് സോണിൽ എത്ര ഡിസ്റ്റൻസിൽ ബാർ ഉണ്ടായിരിക്കണം എന്നുള്ള പറഞ്ഞിരിക്കുന്നത് 1/10 or 0.1 L. ഓക്കെ, അതായത് ആ ടോട്ടൽ സ്പാനിൻ്റെ 1/10 അല്ലെങ്കിൽ 0.1 L ആ സെൻറ്റർ ഓഫ് ദ സപ്പോർട്ടിൽ നിന്നുണ്ടായിരിക്കണം. ഓക്കെ, സപ്പോർട്ടിൻ്റെ സെൻറ്ററിൽ നിന്ന് 1/10 L അല്ലെങ്കിൽ 0.1 L ഡിസ്റ്റൻസ് ടോപ്പ് ഫേസിൽ അവിടെ റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ആ ഡിസ്റ്റൻസ് തൊട്ട് അവിടെ റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, ദ ബാർ അവൈലബിൾ അറ്റ് ദ അപ്പർ ഫേസ് ഷുഡ് ബി മോർ ദാൻ 1/10
ഓർ 0.1 L ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ ആ ലെങ്ത്ത് തൊട്ടിട്ട് അവിടെ ബാർ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, മിനിമം 0.1 L നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 0.1 സെൻറ്റർ ഓഫ് ദ സപ്പോർട്ടിൽ നിന്ന് 0.1 L ഡിസ്റ്റൻസ് തൊട്ട് അവിടെ ടോപ്പിൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ദ റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിലിംഗ് ഓഫ് വൺ വേ സ്ലാബ് ഈസ് ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡീറ്റെയിലിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫിഗറിൽ, വൺ വേ സ്ലാബിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഒരു സ്ലാബാണ് കൊടുത്തിരിക്കുന്നത്, ഒരു പർട്ടിക്കുലർ തിക്നെസ്സിലുള്ള സ്ലാബ്. അതിൻ്റെ ബോട്ടത്തിൽ മെയിൻ ബാസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിൻ്റെ ഈ ഡയമെൻഷൻ L-ന് കറസ്പോണ്ടിങ് ആയിട്ട് പാരലായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ബാർ എന്ന് പറയുന്നത് മെയിൻ ബാസ് ആണ്, അല്ലെങ്കിൽ മെയിൻ സ്റ്റീലാണ്. അതിൻ്റെ മേലെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന റൗണ്ടായിട്ട് നിങ്ങൾക്ക് കാണാം. അതായത് ഇപ്പം മെയിൻ സ്റ്റീലിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ. ഓക്കെ, അതായത് ഇപ്പം നമ്മളിപ്പം മെയിൻ സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യുന്ന ഷോർട്ട് ഡയറക്ഷനിലാണെങ്കിൽ ലോങ്ങർ ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ബാറാണ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽ. അത് നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ വരച്ചിരിക്കുന്ന ആ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇവിടെ കാണുന്ന നമ്മൾ റൗണ്ടിലാണ് കാണാൻ പറ്റും. ഓക്കെ, അതേപോലെ ആൾട്ടർനേറ്റീവ് ബാസ് ബെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ടോട്ടൽ ഒരു ബാർ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ബാർ ബെൻഡപ്പ് ചെയ്യും, അടുത്ത ബാർ സ്ട്രെയിറ്റ്, അടുത്ത ബാർ ബെൻഡപ്പ് ചെയ്യും. അങ്ങനെ പോകുമ്പം ടോട്ടൽ ബാർ ഉള്ളതിൻ്റെ 50% അല്ലേ ആണ് നമ്മൾ ശരിക്കും ബെൻഡപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ബാറിൻ്റെ ഒരു സൈഡ് ബെൻഡ് ചെയ്തു, നെക്സ്റ്റ് ബാറിൻ്റെ റൈറ്റ് സൈഡ് ബെൻഡ് ചെയ്തു, നെക്സ്റ്റ് ബാറിൻ്റെ ലെഫ്റ്റ് സൈഡ് ബെൻഡ് ചെയ്തു. അങ്ങനെ പോകുമ്പോഴും ടോട്ടൽ അവിടെ ബെൻഡപ്പ് ചെയ്തിട്ടുള്ള ബാർ, ഓക്കെ, അല്ലെങ്കിൽ ബെൻഡപ്പ് വരുന്നതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ടോട്ടൽ ബാറിൻ്റെ 50% ആണ് നമ്മളവിടെ ബെൻഡപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു സൈഡ് ബെൻഡപ്പ് ചെയ്യുക, അടുത്ത സൈഡ് സ്ട്രെയിറ്റ് ആയിട്ടാണെങ്കിൽ അവിടെ ടോട്ടൽ 2 സൈഡ് ഉണ്ടെങ്കിൽ അതിലൊരു സൈഡ് ബെൻഡപ്പ് ചെയ്യും, അതുപോലെ തന്നെ ഒരു സൈഡ് സ്ട്രെയിറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 50% ആണ് അവിടെ ബെൻഡപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ബെൻഡപ്പ് ബാസ് ഒരു സ്ലാബിൻ്റെ കേസിൽ 50% ആയിരിക്കണം. ഓക്കെ, അതായത് ടോട്ടൽ ക്രോസ് സെക്ഷൻ ഏരിയൻ്റെ 50% ബെൻഡപ്പ് ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അവിടെ നിങ്ങൾക്ക് കാണാം ബെൻഡപ്പ് ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് ഇവിടെ വരച്ചിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് സെൻറ്റർ ഓഫ് ദി സപ്പോർട്ടിന് L/7 ഡിസ്റ്റൻസ് എന്നാണ് ബെൻഡപ്പ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ 0.15 L എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്നാണ് ബെൻഡപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതായത് മിഡ് സ്പാനിൽ സ്ട്രെയിറ്റ് ആയിട്ടായിരുന്നു, എന്നാൽ സപ്പോർട്ടിലേക്ക് വന്ന സമയത്ത് ആ സെൻറ്റർ ഓഫ് ദി സപ്പോർട്ടിന് L/7 ഡിസ്റ്റൻസ് മാറിയിട്ട് ബെൻഡ് ചെയ്തിട്ട് ടോപ്പിലേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് 45 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്തിട്ട് ടോപ്പിലേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ടോപ്പിൽ ആ ബാർ വന്നതിന് ശേഷം അവിടെ മിനിമം എത്ര ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 0.1 L ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ 1/10 L ഉണ്ടായിരിക്കണം. ഓക്കെ, അവിടെ 0.1 L അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് സെൻറ്റർ ഓഫ് ദ സപ്പോർട്ടിൽ നിന്ന് 0.1 L ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ 0.1 L സെൻറ്റർ ഓഫ് ദ സപ്പോർട്ടിൽ നിന്നാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്. അതവിടെ നിങ്ങൾ നോട്ട് ചെയ്യണം. ഫിഗറിൽ ചിലപ്പം കൺഫ്യൂഷൻ ഉണ്ടാവും. സെൻറ്റർ ഓഫ് ദ സപ്പോർട്ടിൽ നിന്ന് 0.1 L എവിടെ ഉണ്ടായിരിക്കണം? ആ ടോപ്പിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്ക് സ്പാൻ L കാണാം, മെയിൻ സ്റ്റീൽ കാണാം, ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽ കാണാം, വോളോ അല്ലെങ്കിൽ ബീം ആ സപ്പോർട്ടിൻ്റെ കാര്യങ്ങൾ കാണാം, 50% ബാർ ബെൻഡപ്പ് ചെയ്തിരിക്കുന്നത് കാണാം. അവിടെ ടോപ്പിൽ കംപ്രഷൻ ഫേസിൽ ഉണ്ടായിരിക്കേണ്ട ലെങ്ത്ത്, അവിടെ റീഇൻഫോഴ്സ്മെൻറ്റ് ലെങ്ത്ത് 0.1 L ഉണ്ടായിരിക്കണം സെൻറ്റർ ഓഫ് ദ സപ്പോർട്ടിന്. ആ കാര്യങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബെൻഡപ്പ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ദ സപ്പോർട്ടിന് L/7 ഡിസ്റ്റൻസ് മാറിയിട്ടാണ്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് വൺ വേ സ്ലാബിൻ്റെ ക്രോസ് സെക്ഷണൽ ഡീറ്റെയിലിംഗ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് ഫിഗർ വരയ്ക്കുമ്പോൾ ഈ ഒരു രീതിയിൽ വേണം വരയ്ക്കാൻ ക്രോസ് സെക്ഷൻ. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീല് എത്രയാണോ ഡിസൈൻ പ്രകാരം വന്നിട്ടുള്ളത്, അതായത് മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ മിനിമം ഏരിയയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽ വന്നിട്ടുണ്ടാവുക. അപ്പോൾ അത് നമ്മളിവിടെ മാർക്ക് ചെയ്യുമ്പം ഇത്രയും ഡയമീറ്റർ ബാസ് അറ്റ് ഇത്ര സ്പേസിംഗ് എന്ന് പറഞ്ഞിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ മെയിൻ സ്റ്റീൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് ഇപ്പോൾ 10 ഡയമീറ്റർ ബാസ് അറ്റ് 300 സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്, അങ്ങനെ ആ രീതിയിലായിരിക്കും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഡീറ്റെയിലിങ്ങിൻ്റെ ഫിഗർ ഇതുപോലെയായിരിക്കും വൺ വേ സ്ലാബിൻ്റെ വരച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുക ക്രോസ് സെക്ഷൻ. നെക്സ്റ്റ് വൺ ഷിയർ ഡിസൈൻ. 9th one ഷിയർ ഡിസൈൻ. സ്ലാബ്സ് ആർ സേഫ് ഇൻ ഷിയർ. നോമിനൽ ഷിയർ സ്ട്രെസ് ഈസ് വെരി ലോ സിൻസ് ബി ഈസ് ലാർജ്. അപ്പം സ്ലാബ് ഷിയറിൻ്റെ കേസിൽ സേഫ് ആയിരിക്കും എന്നാണ് പറയുന്നത്. കാരണം ടോവി വാല്യൂ, എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന നോമിനൽ ഷിയർ സ്ട്രെസ്, ടോവി എന്ന് പറയുന്നത് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് VU/BD എന്നുള്ളതാണ്, അല്ലേ? VU/BD എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പോൾ അവിടെ ബി എന്ന് പറയുന്നത് നമ്മൾ നോർമലി ബീമിൻ്റെ കേസിലാണെങ്കിൽ അവിടെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് വളരെ കുറവാണ്, അല്ലേ? ഇപ്പോൾ 200 mm അല്ലെങ്കിൽ 250 mm 300 mm അങ്ങനെ ഉണ്ടാവാറുള്ളൂ. എന്നാൽ സ്ലാബിൻ്റെ ഡയമെൻഷൻ അല്ലെങ്കിൽ സ്ലാബിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് വളരെ വലുതാണ്, അല്ലേ?
അപ്പോൾ നമ്മളവിടെ ബി വലിയ വാല്യൂ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി, അതായത് നമ്മളിവിടെ സ്ലാബിൻ്റെ കേസിൽ ബി എന്ന് പറയുന്നത് 1000 mm ആണ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ആ 1000 mm നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ നോമിനൽ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്ന വാല്യൂ, ടോ ബി എന്ന് പറയുന്ന വാല്യൂ വളരെ കുറവാണ് വരുന്നത്. അപ്പോൾ അവിടെ വരുന്ന കോൺക്രീറ്റിൻ്റെ സെക്ഷൻ തന്നെ ഈ എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന ഷിയർ സ്ട്രെസ്സിനെ ഡെവലപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അതായത് ആ കോൺക്രീറ്റിൻ്റെ സെക്ഷന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ സ്ട്രെസ്, അതായത് ടോ സി വാല്യൂവിനേക്കാളും കുറവായിരിക്കും ടോ വി വാല്യൂ വരിക ഈ കേസിൽ. അപ്പോൾ നമ്മൾ അത് ചെക്ക് ചെയ്താൽ മാത്രം മതി, വേറെ ഡിസൈൻ ഒന്നും ചെയ്യണ്ട. ഓക്കെ, slabs are safe in shear. Nominal shear stress is very low since B is large. Therefore, no shear reinforcement is provided in slabs except that the alternate bars are bent up near the supports. ഇവിടെ നമ്മൾ വേറെ പ്രത്യേകിച്ച് ഷിയർ റീഇൻഫോഴ്സ്മെൻ്റ് ഒന്നും ഡിസൈൻ ചെയ്യുന്നില്ല. നമ്മളിവിടെ ഓരോ ബാസും ആൾട്ടർനേറ്റീവായിട്ട് ബെൻഡ് ചെയ്യും അല്ലേ. അതായത് ടോട്ടൽ ആ ക്രോസ് സെക്ഷൻ ഏരിയ വരുന്നതിൻ്റെ ആ സ്റ്റീലിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയൻ്റെ 50% അല്ലെങ്കിൽ ആ സ്റ്റീലിൻ്റെ 50% നമ്മൾ ബെൻഡ് ചെയ്യുന്നത് കൊണ്ട് അത് ഷിയറിനെ റെസിസ്റ്റ് ചെയ്യാൻ വീണ്ടും ഒരു അഡീഷണൽ ഷിയർ റെസിസ്റ്റൻസ് അതവിടെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ വേറെ പ്രത്യേകിച്ച് നമ്മൾ ഷിയർ റീഇൻഫോഴ്സ്മെൻ്റ് ഒന്നും സ്ലാബിൽ ഡിസൈൻ ചെയ്യുന്നില്ല. നമ്മൾ ഈ ആൾട്ടർനേറ്റീവ് ബാസ് ബെൻഡ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു അഡീഷണൽ ഷിയർ റെസിസ്റ്റൻസ്, അതായത് കോൺക്രീറ്റിന് തന്നെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും ശരിക്കും ഈ എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന ഷിയർ സ്ട്രെസ്സിനെ. ഓക്കെ, അപ്പോൾ അഡീഷണലി ഇത് ഇവിടെ ബെൻഡപ്പ് ബാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പം ഷിയർ റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ് സ്ലാബിൻ്റെ കേസ്. അതുകൊണ്ട് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ട ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി, ടോ വി ലെസ് ദാൻ ടോ സി ആണോ വരുന്നതെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ നമ്മൾ ടോ സി വാല്യൂ കണ്ടുപിടിച്ചിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പേജ് നമ്പർ 72 40.2.1.1 എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഞാൻ ഓൾറെഡി ഇത് എക്സ്പ്ലെയിൻ ചെയ്തതാണ് സെക്കൻഡ് മൊഡ്യൂളിൽ പറഞ്ഞപ്പോൾ. അവിടെ എഴുതിയിട്ടുണ്ട് ഫോർ സോളിഡ് സ്ലാബ് ദ ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഫോർ കോൺക്രീറ്റ് ഷാൽ ബി ടോ സി ഇൻറ്റു കെ. അവിടെ ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് സ്ലാബിൻ്റെ കേസിൽ വരുന്നത് ടോ സി എന്നുള്ള വാല്യൂ മാത്രമല്ല, അത് ടേബിൾ 19 നിന്ന് കണ്ടുപിടിക്കുന്ന ടോസീൻ്റെ കൂടെ നമ്മൾ കെ എന്ന് പറയുന്ന ഒരു ഫാക്ടറും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. വേർ കെ ഹാസ് ദ വാല്യൂസ് ഗിവൺ ബിലോ. അവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അതിനനുസരിച്ചിട്ട് കെ വാല്യൂ നമ്മൾ എടുത്തിട്ട് ഈ ടോസി വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടോ വി ലെസ് ദാൻ കെ ഇൻറ്റു ടോസി ആണോ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടോ വി ലെസ് ദാൻ കെ ഇൻറ്റു ടോസി വന്നു കഴിഞ്ഞാൽ ഹെൻസ് ഓക്കെ എന്നുള്ളതാണ്. ഓക്കെ, അതാണ് നമ്മൾ സ്ലാബിൻ്റെ കേസിൽ ഷിയർ ചെക്ക് ചെയ്യുന്നത്. ഒരു കാരണവശാലും ടോ വി ടോസിനേക്കാളും കൂടാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ കോഡ് പറയുന്ന ഒരു അഡീഷണൽ ഫാക്ടർ കെ കൺസിഡർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് കെയും കൂടിയും കണ്ടുപിടിച്ച് ടോസി ഇൻറ്റു കെയിനേക്കാളും ടോ വി വാല്യൂ കൂടിയിട്ടില്ല എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ലോഡ്സ് ഓൺ സ്ലാബ്. അപ്പം വിവിധ തരം ലോഡുകൾ സ്ലാബിൽ വരുന്ന എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ദ വേരിയസ് ലോഡ്സ് കമ്മിങ് ഓൺ ദ സ്ലാബ് ആർ ആസ് ഫോളോസ്. ഫസ്റ്റ് വൺ സെൽഫ് വെയ്റ്റ് ഓർ ഡെഡ് ലോഡ് ഓഫ് ദ സ്ലാബ്. സ്ലാബിൻ്റെ ഓൺ വെയ്റ്റ് വരുന്നുണ്ട്. സെക്കൻഡ് വൺ ലൈവ് ലോഡ്സ്, അതായത് ഇമ്പോസ് ലോഡ്സ് എന്ന് പറയാം. അതായത് മൂവിങ് ലോഡ്സ്, ആ സ്ലാബിൽ വരുന്ന അവിടെ സ്റ്റില്ലായിട്ട് നിൽക്കാത്ത അല്ലേ, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ലോഡ്, ലൈവ് ലോഡ്സ്. മൂന്നാമത്തത് ഫിനിഷിംഗ് ലോഡ്സ്. അപ്പോൾ ഫിനിഷിംഗ് ലോഡ്സിന് നമുക്ക് വേണമെങ്കിൽ ഫ്ലോർ ഫിനിഷ് ലോഡ്സ് എന്നും കൂടിയും പറയാം. അപ്പോൾ അവിടെ ഒരു ഡെഡ് ലോഡായിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അവിടെ നമ്മൾ സ്ലാബ് കോൺക്രീറ്റ് സ്ലാബ് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മേലെ വേറെ ഫിനിഷിംഗ് വർക്ക്സ് ഒക്കെ വരാം അല്ലേ, പ്ലാസ്റ്ററിങ് വരാം, ചിലപ്പോൾ അവിടെ നിലം ചെയ്യുന്ന കേസ് വരാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അഡീഷണൽ കുറച്ച് ലോഡും കൂടി ഓക്കെ ഈ സ്ലാബിൻ്റെ മേലേക്ക് വരും. അപ്പോൾ അതാണ് ഫിനിഷിംഗ് ലോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതും നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ മെയിനായിട്ട് 3 ടൈപ്പ് ലോഡ്സാണ് സ്ലാബിൽ വരുന്നത്. ഒന്ന് സെൽഫേറ്റ് അല്ലെങ്കിൽ ഡെഡ് ലോഡ് ഓഫ് ദ സ്ലാബ്, പിന്നെ ലൈവ് ലോഡ് അല്ലെങ്കിൽ ഇമ്പോസ് ലോഡ്, അതായത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വേരിയിങ് ആയിട്ടുള്ള ലൈവ് ലോഡ്സ് ഉണ്ട്. പിന്നെ ഫിനിഷിംഗ് ലോഡും കൂടി നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ഫ്ലോർ ഫിനിഷ് ലോഡ്സ് എന്ന് പറയും. നെക്സ്റ്റ്, ഡിസൈൻ ഓഫ് വൺ വേ സ്ലാബ്. അപ്പം വൺ വേ സ്ലാബിൻ്റെ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ബീം ഡിസൈനിൽ നിന്ന് എങ്ങനെയാണ് ഇത് ഡിഫറെൻ്റ് ആവുന്നത്, എന്താണ് വ്യത്യാസം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. വൺ വേ സ്ലാബ് ഈസ് ഡിസൈൻഡ് എക്സാക്ട്ലി ആസ് എ റെക്ടാങ്കുലർ ബീം. ദ ഡിഫറൻസസ് ആർ ഫോളോയിങ്. അപ്പം വൺ വേ സ്ലാബ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഒരു റെക്ടാങ്കുലർ ബീം ഡിസൈൻ ചെയ്യുന്നത് പോലെ തന്നെയാണ്. വ്യത്യാസം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ദ വിഡ്ത്ത് ഓഫ് ബീം ഈസ് അസ്യൂംഡ് ആസ് 1 മീറ്റർ. അപ്പോൾ നമ്മളിവിടെ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ബീമിൻ്റെ കേസിലാണെങ്കിൽ ഒരു പർട്ടിക്കുലർ
വിഡ്ത്ത് ഉണ്ടായിരുന്നു, അല്ലെ ഒരു ബ്രെഡ്ത്ത് ഉണ്ടായിരുന്നു. എന്നാൽ ഈ കേസിൽ നമ്മൾ സ്ലാബ് ഡിസൈൻ ചെയ്യുമ്പോൾ ബീം പോലെ തന്നെ ഡിസൈൻ ചെയ്യും. എന്നാൽ അവിടെ വിഡ്ത്ത് ഓഫ് ബീം എന്ന് പറയുന്നത് 1 മീറ്റർ കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ എടുക്കുക. 1 മീറ്റർ എന്നുള്ള രീതിയിലാണ് എടുക്കുക. സ്ലാബ് ഡിസൈൻ ചെയ്യുമ്പം ബീം പോലെ തന്നെയാണ് ചെയ്യുക. അപ്പം ആ ബീമിലെ വിഡ്ത്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 1 മീറ്റർ എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക. The depth of slab can be assumed on the basis of control of deflection. അപ്പോൾ ഡെപ്ത് ഓഫ് സ്ലാബ് നമുക്ക് L/D റേഷ്യോ വെച്ചിട്ട് എടുക്കാം. യൂസിങ് ബാലൻസ്ഡ് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ ദ L/D റേഷ്യോസ് ആർ മോഡിഫൈഡ്. അപ്പോൾ L/D റേഷ്യോ സ്ലാബിൻ്റെത് ഒന്ന് മോഡിഫൈ ചെയ്തിട്ടാണ് വൺ വേ സ്ലാബിൻ്റെ കേസിൽ നമ്മൾ എടുക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ബീമിൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് L/D റേഷ്യോ ബേസിക് വാല്യൂ എന്ന് പറയുന്നത് 20 ആണെങ്കിലും നമ്മൾ ബീമിൽ ഡിസൈൻ ചെയ്ത സമയത്ത് L/D റേഷ്യോ ഡെപ്ത് എടുക്കാൻ വേണ്ടിയിട്ട് L/D റേഷ്യോ 10-50 എന്നുള്ള ആ റേഞ്ചിലാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്, അല്ലേ? അപ്പം ഇവിടെയും അതുപോലെ തന്നെ നമുക്ക് ഒരു തമ്പ് റൂൾ പ്രകാരം നമുക്ക് L/D റേഷ്യോ എടുക്കാനായിട്ട് പറ്റും. സ്ലാബിൽ ഡെപ്ത് കുറവായതുകൊണ്ട് നമുക്ക് L/D റേഷ്യോ എന്നുള്ളത് കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമില്ല. കാരണം സ്ലാബിൻ്റെ തിക്നെസ് വളരെ കുറവാണ്. അപ്പോൾ ഡെപ്ത് എടുക്കുന്ന കേസിൽ നമുക്ക് L/D റേഷ്യോ കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമില്ല, അത് സാറ്റിസ്ഫൈ ആയിട്ട് തന്നെ വരും. To start with, the span to depth ratios are approximated as the following for initial depth trial calculation. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. ഫോർ സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ്സ് 25-30 L/D റേഷ്യോ 25 മുതൽ 30 വരെയാണ് നമ്മൾ അസ്യൂം ചെയ്യുക ഡെപ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഫോർ കാൻഡിലിവർ സ്ലാബ്സ് 10 എന്നുള്ള രീതിയിൽ എടുക്കുക. ഓക്കെ, അതായത് ബീംസിൻ്റെ കേസ് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് കൂടുതൽ ഡെപ്ത് ബീമിൽ വേണ്ടി വരും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ L/D റേഷ്യോ എന്നുള്ളത് 10-50 എന്നുള്ള രീതിയിലെടുക്കും. ഓക്കെ, അതേപോലെ കാൻഡിലീവറിൽ നമ്മൾ 7 എന്നുള്ള രീതിയിലെടുക്കും. എന്നാൽ ഇവിടെ സ്ലാബിൻ്റെ കേസിൽ സ്ലാബിൻ്റെ തിക്നെസ് കുറവാണ്. ഓക്കെ, സ്ലാബിൻ്റെ തിക്നെസ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഡെപ്തിൻ്റെ വാല്യൂ, അതായത് തിക്നെസ്സിൻ്റെ വാല്യൂ കുറവാണ്. അപ്പോൾ ആ കുറവ് വാല്യൂ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് L/D റേഷ്യോ 20-നേക്കാളും കൂടുതൽ കൺസിഡർ ചെയ്യാം സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബിൽ. അതുപോലെ കാൻഡിലിവർ സ്ലാബ്സിൽ നമുക്ക് 7-നേക്കാളും കൂടുതൽ കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ ഡെപ്ത് ട്രയൽ കാൽക്കുലേഷൻ നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ള കാൽക്കുലേഷനിൽ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബിലാണെങ്കിൽ L/D റേഷ്യോ എന്നുള്ള 25-30 എന്നുള്ള രീതിയിലെടുക്കും. കാൻഡിലിവർ സ്ലാബിൽ 10 എന്നുള്ള രീതിയിലെടുക്കും. ഓക്കെ. In addition to main tensile reinforcement provided along the shorter span, transverse reinforcement or distribution reinforcement is provided. അപ്പോൾ ഇവിടെ മെയിൻ ബാസിന് പെർപെൻഡിക്കുലറായിട്ട് മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രമല്ല, അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ വൺ വേ സ്ലാബിൽ പ്രൊവൈഡ് ചെയ്യും. സം ഓഫ് ദ മെയിൻ ബാസ് ഇൻ ദ സ്ലാബ് ആർ ബെൻഡ് അപ്പ് നിയർ ദ സപ്പോർട്ട്സ്, ദാറ്റ് ഈസ് L/7 ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സപ്പോർട്ട്. അപ്പം ചില മെയിൻ ബാസ് നമ്മൾ എന്ത് ചെയ്യും, വൺ വേ സ്ലാബിൽ ബെൻഡപ്പ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? ആ ബെൻഡപ്പ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ദ സപ്പോർട്ടിന് L/7 ഡിസ്റ്റൻസിലാണ്. അതേപോലെ ഷിയർ ഈസ് ടു ബി ചെക്ക്ഡ് ഓൺലി, നോ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് പ്രൊവൈഡഡ്. അപ്പോൾ സ്ലാബ് ഡിസൈനിൽ നമ്മൾ ഷിയർ ചെക്ക് ചെയ്താൽ മാത്രം മതി, ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഇതൊക്കെയാണ് സ്ലാബ് ഡിസൈനിൽ, വൺ വേ സ്ലാബിൻ്റെ ഡിസൈനിൽ വരുന്ന കാര്യം. നമുക്ക് ബീം പോലെ തന്നെ ഡിസൈൻ ചെയ്യാം, എന്നാൽ ആ ബീമിൻ്റെ വിഡ്ത്ത് എന്നുള്ള 1 മീറ്റർ എന്നുള്ള രീതിയിൽ എടുക്കുക. അതേപോലെ തന്നെ ഡെപ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ L/D റേഷ്യോ കൺസിഡർ ചെയ്യുമ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബിൽ തമ്പ് റൂൾ പ്രകാരം അല്ലെങ്കിൽ ട്രയൽ കാൽക്കുലേഷനിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് L/D റേഷ്യോ 25-30 എന്നുള്ള രീതിയിലാണ് സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബിൽ. എന്നാൽ കാൻഡിലിവർ സ്ലാബിൽ L/D റേഷ്യോ 10 എന്നുള്ള രീതിയിൽ വെച്ചിട്ടാണ് നമ്മൾ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, നമ്മൾ മെയിൻ ബാസ് മാത്രമല്ല പ്രൊവൈഡ് ചെയ്യുക. ഷോർട്ടർ സ്പാൻ അലോങ് ആയിട്ടുള്ള മെയിൻ ബാസ് മാത്രമല്ല വൺ വേ സ്ലാബിൽ പ്രൊവൈഡ് ചെയ്യുക. കാരണം ഒരു ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടേ ബെൻഡിങ് വരുന്നുള്ളൂ, അല്ലേ? അപ്പോൾ അവിടെ ശരിക്കും ഒരു ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്താൽ മതി, അതായത് ഷോർട്ടർ സ്പാനിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രൊവൈഡ് ചെയ്താൽ മതി. എന്നാൽ നമ്മളിതിൽ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ സ്ട്രെസ്സിനെയും അതുപോലെ തന്നെ ശ്രിങ്കേജ് സ്ട്രെസ്സിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മെയിൻ ബാസിനെ ആ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ അവിടെ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് വേറൊരു ഫംഗ്ഷൻ, പോയിൻറ്റ് ലോഡ്സിനെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളതാണ്. പിന്നെ ഉള്ളത് മെയിൻ ബാസ് നമ്മൾ എന്ത് ചെയ്യും, ബെൻഡപ്പ് ചെയ്യും, അല്ലേ? ബെൻഡ് ചെയ്യും, അതായത് സപ്പോർട്ടിലേക്ക് വരുമ്പോൾ ബെൻഡ് ചെയ്ത് ടോപ്പിലേക്ക് പ്രൊവൈഡ് ചെയ്യും. ആ ബെൻഡ് ചെയ്ത് ടോപ്പിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ് എവിടെ നിന്നാണ് ബെൻഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് ദ സപ്പോർട്ടിൽ നിന്ന് L/7 ഡിസ്റ്റൻസ് മാറിയിട്ടാണ്. ഷിയർ ഈസ് ടു ബി ചെക്ക്ഡ് ഓൺലി, നോ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ്. അപ്പോൾ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യുള്ളൂ, ഷിയർ നമ്മൾ ചെക്ക് ചെയ്യുള്ളൂ, അതായത് ടോവി
ലെസ് ദാൻ കെ ഇൻറ്റു ടോ സി എന്നുള്ള കൺസെപ്റ്റ് ഓക്കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുള്ളൂ. ഷിയർ റീൻഫോഴ്സ്മെൻറ്റ് നമ്മൾ സ്ലാബിൻ്റെ കേസിൽ ഡിസൈൻ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ സ്ലാബിൻ്റെ ഡിസൈനെ കുറിച്ച് ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾ ഈ കോഡൽ പ്രൊവിഷൻസൊക്കെ വായിച്ച് നോക്കണേ. ഓക്കെ, ബൈ.